പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആദ്യ യൂണിറ്റിലെ 3ാം ഭാഗമായ ദ ഡോട്ട്, അതിലെ ആദ്യ ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അത് ഒരു കഥയാക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതല്ലേ? നമുക്ക് കഥയ്ക്കൊരു പേര് കൊടുക്കാം, ദ ലയൺ ആൻഡ് ദ മൗസ്. കുട്ടികളുടെ ചിത്രം ഒന്ന് നോക്കിക്കേ. ചിത്രത്തിൽ എന്താ കാണുന്നത്? നല്ലോണം പേടിച്ച് വരണ്ട് നിൽക്കുന്ന ഒരു എലീനെയും അതിനെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു സിംഹത്തെ നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും അല്ലേ? സിംഹം എലിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സിംഹം ഏത് നിമിഷവും എലിയെ കൊന്ന് തിന്നാം. അപ്പം നമ്മുടെ ടാസ്ക് എന്താണ്? ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടൊരു കഥ നമ്മൾ എഴുതണം. വൺ ഡേ എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ജംഗിൾ. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു സിംഹം ഉറങ്ങുകയായിരുന്നു. ജംഗിൾ എന്ന് പറഞ്ഞാൽ കാടാണ്. സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സിംഹമാണ് അല്ലേ? എ മൗസ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഓൺ ഇറ്റ്. നമ്മുടെ എലി എന്ത് ചെയ്യാൻ തുടങ്ങി? സിംഹത്തിൻ്റെ മുകളിൽ കയറി കളിക്കാൻ തുടങ്ങി. ദ ലയൺ വോക്കപ്പ്. അപ്പോൾ സിംഹം എന്ത് ചെയ്തു? ഉറക്കത്തിൽ നിന്ന് എണീറ്റു. വോക്കപ്പ് എന്ന് പറഞ്ഞാൽ എണീറ്റു എന്നാണ് അർത്ഥം. ഹീ കാട്ട് ദ മൗസ് ആൻഡ് വാസ് എബൌട്ട് ടു കിൽ ഹിം. സിംഹം എലിയെ കയ്യോടെ പൊക്കി കഴിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. കിൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക, കാട്ട് എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ് അർത്ഥം. പ്ലീസ് ലെറ്റ് മീ ഗോ, ബെഗ് ദ മൗസ്. സം ഡേ ഐ വിൽ ഷുവർലി റീപേ യു. എലി പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം. ഒരു ദിവസം എന്തായാലും ഞാൻ താങ്കൾക്ക് ഒരു പ്രത്യുപകാരം ചെയ്തിരിക്കും. ലെറ്റ് മീ ഗോ എന്ന് പറഞ്ഞാൽ എന്നെ വെറുതെ വിടൂ എന്നാണ് അർത്ഥം. എന്നെ പോകാൻ അനുവദിക്കൂ. ബെഗ് എന്ന് പറഞ്ഞാൽ യാചിച്ചു. പ്രത്യുപകാരം ചെയ്യും എന്നാണ് റീപേ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ ലയൺ വാസ് എ ലിറ്റിൽ എറഗന്റ്. എറഗന്റ് എന്ന് പറഞ്ഞാൽ അഹങ്കാരി, ധിക്കാരി എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നമുക്കറിയാം സിംഹം കാട്ടിലെ രാജാവാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ധിക്കാരം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവും അല്ലേ? ദ ലയൺ ലാഫ്ഡ് വെൻ ദ മൗസ് സെഡ് ദാറ്റ് ഹി കുഡ് ഹെൽപ്പ് ഹിം. എലി പറഞ്ഞത് കേട്ടിട്ട് സിംഹം ചിരിച്ചു. എന്താണ്, ഇത്തരം നിസ്സാരനായിട്ടൊരു എലി തന്നെ എങ്ങനെ സഹായിക്കുന്നതായിരിക്കും സിംഹത്തിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിരിച്ചത്. ഫൈനലി ഹി ലെറ്റ് ദ മൗസ് ഗോ. അവസാനം സിംഹം എലിയോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ സിംഹം നമ്മുടെ എലിയെ വെറുതെ വിട്ടു. എലി ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി പിരിഞ്ഞു. ആഫ്റ്റർ സം ഡേയ്സ് ദ ലയൺ വാസ് കാട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സിംഹം ഒരു വേട്ടക്കാരൻ്റെ വലയിൽ കുടുങ്ങുകയുണ്ടായി. കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു എന്നാണ്. ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാരൻ. ഹണ്ടേഴ്സ് നെറ്റ് വേട്ടക്കാരൻ്റെ വല. ഹി റോഡ് ലൗഡ്ലി ഫോർ ഹെൽപ്പ്. സിംഹം സഹായത്തിന് വേണ്ടി ഉറക്കെ അലറി. ദ മൗസ് സോ ദ ലയൺ. ഹി കട്ട് ദ നെറ്റ് വിത്ത് ഹിസ് ഷാർപ്പ് ടീത്ത്. അങ്ങനെ നിസ്സഹായനായിട്ട് വലയിൽ കിടക്കുന്ന സിംഹത്തിന്റെ അലർച്ച കേട്ടിട്ട് നമ്മുടെ പഴയ എലി ഉണ്ടല്ലോ, ആ എലി ഇത് കേട്ടിട്ട് സിംഹത്തെ തിരിച്ചറിഞ്ഞ് സിംഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ വല കടിച്ചു മുറിച്ച് പൊട്ടിച്ചു. വല കടിച്ചു മുറിച്ച് പൊട്ടിക്കാൻ പറ്റിയ പല്ലാണ് എലിക്കുള്ളത്. നല്ല ഷാർപ്പ് ടീത്താണ്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ മൂർച്ചയേറിയ, ടീത്ത് എന്ന് പറഞ്ഞാൽ പല്ല്. ദ ലയൺ വാസ് സെറ്റ് ഫ്രീ. സിംഹം മോചിതനായി. ഹി താങ്ക് ദ മൗസ്. സിംഹം എലിയോട് നന്ദി പറഞ്ഞു. ആൻഡ് ദേ ബിക്കം ഫ്രണ്ട്സ് ഫോർ എവർ. അങ്ങനെ അവർ എന്നേക്കുമുള്ള നല്ല കൂട്ടുകാരായി മാറി. ഈ കഥയിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ ആരെയും ചെറുതായി കാണരുത്, നമ്മൾ ആരെയും നിസ്സാരവൽക്കരിക്കുക അല്ലേ? മാത്രമല്ല നമ്മൾ കാണിക്കുന്നത് ചെറുതായാലും വലുതായാലും അതൊക്കെ പിന്നീട് ഒരു ഉപകാരമായി നമുക്കിനെ തിരിച്ചു കിട്ടിയേക്കാം.